എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ മാതാവിനോട് ഒരു ആയിരം നന്ദി പറയുവാണ്. കാരണം അമ്മ മാതാവ് ഈ ചാനലിലൂടെ അനേകം അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട്. അനേകം അത്ഭുതങ്ങൾ. അതിനോർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തി ഉറപ്പ് നൽകിയ കാര്യമാണ്. ഈ ചാനലിൽ അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 7:30 അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനയിൽ ലൈവിൽ പങ്കെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അമ്മ മാതാവ് സ്വന്തം മക്കളായിട്ട് ഏറ്റെടുക്കുമെന്നും അതുപോലെ തന്നെ അങ്ങനെ അനേകം മക്കൾ ലൈവിൽ പങ്കെടുക്കുന്നുണ്ട്. അനേകം മക്കളെ അമ്മ മാതാവ് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും അമ്മ മാതാവ് സമ്പന്നതയിലേക്ക് ഉയർത്തുന്നുണ്ട്. അമ്മ മാതാവിൻ്റെ അനേകം അത്ഭുതങ്ങളാണ് അമ്മ മാതാവ് ഈ മക്കളിലൂടെ അമ്മ മാതാവ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്ന ഈ പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേരുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് ഇടുകയും അതുപോലെ തന്നെ ഈ പ്രാർത്ഥന മറ്റു മക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അതിനുശേഷം നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് വൈകിട്ട് 7:30 അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ അതിഭക്തിയോടുകൂടെ പങ്കുചേരുക. ഞാൻ ഉറപ്പ് പറയുന്നു, അമ്മ മാതാവിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. കാരണം അമ്മ മാതാവ് വെളിപ്പെടുത്തി ഉറപ്പ് നൽകിയതാണ്. ഈ ചാനലിലെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ലൈവിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന മക്കളെല്ലാവരും അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളാണെന്നും അവരുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങൾ അമ്മ മാതാവ് എടുത്തു നീക്കുമെന്നും അമ്മ മാതാവ് ഉറപ്പ് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈവിൽ പങ്കുചേരുക. ഈ പ്രാർത്ഥനയിലും അതിഭക്തിയോടുകൂടെ തന്നെ പങ്കുചേരുക. അമ്മ മാതാവിനോട് നേരിട്ടാണ് ലൈവിൽ നിങ്ങൾ സമർപ്പിക്കുന്നത്. ഈ ചാനലിലെ പ്രാർത്ഥനകളെല്ലാം തന്നെ അമ്മ മാതാവ് വെളിപ്പെടുത്തി നൽകിയ പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് തന്നെ അതിഭക്തിയോടുകൂടി തന്നെ പങ്കുചേരണം. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ മക്കളെ അമ്മ മാതാവ് ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും ഈ മക്കളുടെ കൂടെ ഉണ്ടാകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മേ മാതാവേ, ഈ മക്കൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, ഇവരെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവ്, കോടിക്കണക്കിന് ജനങ്ങൾ ഈ ലോകത്തുണ്ട്. അവരിൽ നിന്നെല്ലാം അമ്മ മാതാവ് ഈ മക്കളെ തിരഞ്ഞെടുത്തുകൊണ്ട് സ്വന്തം മക്കളാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ്. ഈ മക്കൾ അത്രത്തോളം ഭാഗ്യം ചെയ്ത മക്കളായിട്ട് ഞാൻ കണക്കാക്കുന്നു. അമ്മേ മാതാവേ, ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്ന കാര്യമാണ്. ഈ മക്കളെല്ലാവരെയും അമ്മ മാതാവ് അനുഗ്രഹിക്കുമെന്നും അതുപോലെ തന്നെ അമ്മ മാതാവ് അനേകം മക്കളെ അമ്മ മാതാവ് ഈ ചാനലിലൂടെ അനേകം മക്കളെ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എടുത്ത് നീക്കിക്കൊണ്ട് അവരാഗ്രഹിക്കുന്ന രീതിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടും കൂടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞാൻ നന്ദി പറയുവാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക കരുതലുണ്ടാകുന്നതിനകത്ത് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ മക്കൾ സാമ്പത്തികപരമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണ്. അമ്മേ മാതാവേ, ഇവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. ഈ മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടായിക്കൊണ്ട് ഈ മക്കൾക്ക് പൂർണ്ണ വിജയം അതിലുണ്ടാകുവാനായിട്ട് അമ്മയുടെ ഇടപെടലുണ്ടാവണമേ. അമ്മ മാതാവ് ഈ മക്കളെ കാത്ത് സംരക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. എത്രയോ വലിയ സ്നേഹമാണിത്, എത്രയോ വലിയ കരുതലാണിത്. അമ്മേ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. അതുപോലെ തന്നെ കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കളും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, കടബാധ്യതയിൽ നിന്ന് അവരെ പൂർണ്ണമായിട്ടും അമ്മ മാതാവ് വിടുവിക്കണമേ. ഇവരുടെ കടബാധ്യത പൂർണ്ണമായിട്ടും അമ്മ മാതാവ് എടുത്ത് നീക്കണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് കടമെടുക്കാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഉണ്ടാക്കി കൊടുക്കരുത്. അവരെ അമ്മ മാതാവ് കാത്ത് സംരക്ഷിക്കണമേ. പണമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നഷ്ടങ്ങൾ ഈ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു കിട്ടുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലും ഉണ്ടാവണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളും അമ്മ മാതാവ് ഇടപെടുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ജോലിയില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആ മക്കളുടെ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. ഇവർക്ക് നല്ലൊരു ജോലി ലഭിക്കുവാനായിട്ട് അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക കാര്യത്തിൽ ഈ മക്കളുടെ കൂടെ ഉണ്ടാകുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിയിലുള്ള അനേകം അത്ഭുതങ്ങൾ അമ്മ മാതാവ് ഈ ചാനലിലൂടെ ലൈവിലൂടെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരിലൂടെയും അമ്മ മാതാവ് നടത്തുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മക്കളെ പൂർണ്ണമായിട്ട് അമ്മ മാതാവ് ഏറ്റെടുത്തുകൊണ്ട് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. ആ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊണ്ട് ഗവൺമെൻറ് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടലുണ്ടാകുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ മുഴുവനായിട്ട് പങ്കുചേരുന്ന മക്കളെ അമ്മ മാതാവ് ഒരിക്കലും കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക കാര്യത്തിൽ ഈ മക്കളുടെ കൂടെ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഏതെങ്കിലും തരത്തിലുള്ള ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എക്സാമുകൾ എഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. അവരെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. നേഴ്സുമാർ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും നേഴ്സുമാർ അവരുടെ എല്ലാ സാഹചര്യങ്ങളും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരെ അമ്മ മാതാവ് കാത്ത് സംരക്ഷിക്കണമേ. അമ്മയുടെ സുരക്ഷിത വലയം അവർക്ക് ചുറ്റുമുണ്ടാകണമേ. അതുപോലെ തന്നെ സാലറി കൂടുതൽ കിട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള സാലറി വർധനവിലൂടെ അവരുടെ ജീവിതം കൂടുതൽ സന്തോഷ സമാധാനത്തിലേക്ക് മുന്നോട്ട് പോകുവാനായിട്ട് അമ്മയുടെ പ്രത്യേക
ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മയുടെ പ്രത്യേക സംരക്ഷണം ഈ മക്കൾക്ക് ചുറ്റുമുണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ അമ്മ മാതാവേ, സ്വന്തമായിട്ട് ഭവനമില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ ഭവനം അവർക്ക് ലഭിക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. അവർക്ക് നല്ലൊരു ഭവനം ലഭിച്ചുകൊണ്ട് അവരുടെ കുടുംബ സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവെ, മക്കളുണ്ടാകുവാൻ ഈ ദമ്പതികളെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അമ്മ മാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും ഈ മക്കളുടെ കൂടെ ഉണ്ടാവണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷം സമാധാനം ഇല്ലായ്മയുണ്ടെങ്കിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മറ്റു പൈശാചിക ബന്ധനങ്ങൾ ഇവരുടെ കുടുംബത്തിലുണ്ടെങ്കിലും എല്ലാം തന്നെ എടുത്തു നീക്കിക്കൊണ്ട് അമ്മ മാതാവെ, ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണ വലയം ഈ മക്കൾക്ക് ചുറ്റുമുണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക കരുതലുണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിയിലുള്ള അനേകം അത്ഭുതങ്ങൾ നടത്തുന്ന അമ്മ മാതാവ് ഈ മക്കളുടെ കാര്യത്തിലും അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ അമ്മ മാതാവേ, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. രോഗ സാഹചര്യങ്ങളൊക്കെ എടുത്ത് നീക്കിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ മാതാവ് ഈ മക്കളെ തയ്യാറാക്കണമേ. അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം ഈ മക്കളുടെ കൂടെ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ ജന്മന ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണം. അമ്മ മാതാവ് മക്കളെല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഏറ്റെടുത്തുകൊണ്ട് അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മയുടെ പ്രത്യേക സംരക്ഷണ വലയം ഈ മക്കൾക്ക് ചുറ്റും അമ്മ മാതാവ് ഒരുക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ അമ്മ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മറ്റു മക്കളിലേക്ക് അമ്മ മാതാവിനെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മ മാതാവേ, ആ മക്കളെ അമ്മ മാതാവ് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്, ആ മക്കളെ ഞാൻ സാമ്പത്തികപരമായിട്ട് ഉയർത്തുമെന്നും ആ മക്കളുടെ കുടുംബത്തിൽ സന്തോഷ സമാധാനം നൽകുമെന്നും അതുപോലെ തന്നെ ഒരു കാലത്തും പൈശാചിക ബന്ധനങ്ങളിലൂടെ കടന്നു പോകാൻ അവരെ അനുവദിക്കത്തില്ല എന്നും അമ്മ മാതാവ് ഉറപ്പ് നൽകിയതാണ്. അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ മുഴുവൻ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ അമ്മ മാതാവേ, ഈ പ്രാർത്ഥനയ്ക്ക് ആവശ്യങ്ങൾ കമൻ്റായിട്ട് ഇടുന്ന മക്കളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ അമ്മ മാതാവ് നടത്തി കൊടുക്കണമേ. അതുപോലെ തന്നെ ഈ ചാനലിലുള്ള പ്രാർത്ഥനകൾക്ക് ആവശ്യങ്ങൾ കമൻ്റായിട്ടിടുന്ന മക്കളെ മുഴുവൻ ഞാൻ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങൾ അമ്മ മാതാവ് നടത്തി കൊടുക്കണമേ. അമ്മ മാതാവ് ഈ മക്കളെ പൂർണ്ണമായിട്ടും ഏറ്റെടുത്തുകൊണ്ട് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അതുപോലെ തന്നെ അമ്മ മാതാവേ, ഈ ചാനലിൽ എല്ലാ പ്രാർത്ഥനകളിലും പങ്കെടുക്കുകയും ഈ ചാനലിൽ എല്ലാ പ്രാർത്ഥനകൾക്കും ആവശ്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്ന മക്കളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുകയാണ്. അവരെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. ഈ മക്കളെ അമ്മ മാതാവ് പൂർണ്ണമായിട്ടും ഏറ്റെടുത്തുകൊണ്ട് അമ്മയുടെ പക്കലേക്ക് അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിയിലുള്ള അനേകം അത്ഭുതങ്ങൾ അമ്മ മാതാവ് ഈ ചാനലിലൂടെ നടത്തുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു. അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും കരുതലും ഈ മക്കളുടെ കൂടെ ഉണ്ടായതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഇവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ മക്കളെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ കുടുംബത്തെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. ഇപ്പോൾ മക്കൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ആവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തിക്കൊണ്ട് അമ്മ മാതാവ് അതിൻ്റെ കാര്യത്തിൽ ഇടപെടൽ നടത്തണമേ. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കുക. അമ്മ മാതാവേ, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന അമ്മയുടെ പക്കലേക്ക് എത്തിയിരിക്കുകയാണ്. അമ്മ മാതാവേ, ഈ പ്രാർത്ഥനയിൽ അമ്മയുടെ ഇടപെടലുണ്ടാവണമേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണം ഈ മക്കളുടെ കൂടെ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയുടെ നന്ദി പറയുവാണ്. അമ്മ മാതാവ് എല്ലാ മക്കളെയും അനുഗ്രഹിച്ചിരിക്കുന്നു.